വിഷ്ണു, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മുന്നേറ്റത്തിന് ശേഷം E20 ജനതാ പാർട്ടിയും ഉടലെടുത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ അവർ നേടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം E20 എന്ന ദേശീയ നയത്തിനെതിരെയാണ്. അതായത് 80% പെട്രോളിനകത്ത് 20% എത്തനോൾ കൂട്ടിക്കലർത്തുന്ന ഈ ഒരു നയത്തെ. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം എക്സ് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ഇനി അടുത്തത് എത്തനോൾ കട്കരിയോ എന്ന ചോദ്യങ്ങളാണ് ഇവരൊക്കെ തന്നെയും ഉയർത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? ഈ എഥനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒരു കണ്ണിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് ആളുകളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വിമർശനങ്ങളാണ് ആളുകൾ ഉന്നയിക്കുന്നത്. എന്നാൽ അതിന് ധാരാളം ഗുണങ്ങളുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല. അല്ല, ഒരു സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാരെയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് പോകുമ്പോൾ ഈ E20 നയം അവരെ ഏറ്റവും കൂടുതൽ ബർഡറിലേക്ക് എത്തിക്കുന്ന ഒരു നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആരാണ് ഈ സാധാരണ ജനങ്ങൾ എന്ന് പറയൂ? ഇപ്പോൾ ടാക്സി ഡ്രൈവർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ കയ്യിലുള്ളവരായിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊക്കെ പണ്ട് ഈ കാർ വാങ്ങിക്കുക, സ്കൂട്ടർ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നൊരു ആഡംബരത്തിൻ്റെയൊക്കെ ഒരു ചിഹ്നമായിരുന്നു. പക്ഷെ ഇന്നതൊരു അനിവാര്യതയിലേക്ക് കടന്നിരിക്കുക. ഒരു 4 അംഗമുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചൊരു കാറ് ഇന്ന് പുറത്തു പോകണമെങ്കിൽ ഒരു ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ വാഹനങ്ങൾ കയ്യിലുള്ളവർ, അതുപോലെ ഈ ടാക്സി ഡ്രൈവർമാർ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വിമർശിക്കാൻ പറ്റുന്നൊരു, എല്ലാവരും വിമർശിക്കുന്ന ഒരു പോയിന്റ് ഇത് തന്നെയാണ്. അതായത് സാധാരണ നമുക്ക് പഞ്ചസാര കടയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിക്കാം. നല്ല ശുദ്ധമായ പഞ്ചസാരയെല്ലാം കിട്ടി, അവസാനം ഒരു ദിവസം വന്നിട്ട് ഈ പഞ്ചസാരയിൽ 80% പഞ്ചസാരയും 20% ഏതോ മധുരമുള്ളൊരു പൊടിയും കൂടെ കലർത്തിയെന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ ജനങ്ങൾ, അതായത് പഞ്ചസാര വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ പഞ്ചസാരയ്ക്ക് ശുദ്ധമായ പഞ്ചസാരയുടെ വില നൽകണം. പക്ഷേ ഇതിനകത്ത് 20% ഏതൊരു പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പൊടിക്ക് സ്വാഭാവികമായിട്ടും വില കുറവായിരിക്കുമല്ലോ. അപ്പോൾ വില കുറയണം. വില കുറയാതെ ഈ E20 നയവും കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തോ കൊള്ള ലാഭം കേന്ദ്ര സർക്കാർ എടുക്കുന്നതായിട്ട്, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടെയാണ് കൃഷ്ണേന്ദുവിന് തെറ്റിയത്. ഇവിടെ വില കുറയണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അല്ല ഇത് ഇറക്കുന്നത്. ഈ ഒരു E20 പെട്രോൾ ഇറക്കുന്നത് ഇവർ വില കുറയണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല, നമ്മളുടെ ഒരു ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇത് ഇറക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ലാഭമല്ല അവിടെ നോക്കുന്നത്. നമ്മളുടെ പരിസ്ഥിതി നശീകരണം അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെട്രോളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് അറിയാലോ, കാർബണാണ് അല്ലേ? ഈ കാർബൺ ശ്വസിച്ച് ആളുകൾക്ക് അസുഖം ഉണ്ടാകുന്നതും അത് ഇത്രയും മലിനീകരണം ഉണ്ടാകുന്നതും ഒക്കെ അവിടെ വലിയ വിഷയമാണ്. E20 കാർബൺ ഫ്യൂവൽ എമിഷൻ ഇല്ലേ? ഇല്ല, അതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 80% പെട്രോൾ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ കാർബൺ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാർബൺ എമിഷൻ കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒക്ടേൻ റേറ്റ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടെ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു പഴയ വാഹനങ്ങളെ 2023 ശേഷമുള്ള വാഹനങ്ങളെയാണ് പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത്. അതിന് മുമ്പ് അല്ല, 2023 മുൻപുള്ള വാഹനങ്ങളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. 2023 ശേഷമുള്ള വാഹനങ്ങൾ E20 പെട്രോളുമായി അത് പരിപാലിക്കപ്പെട്ടു പോകുന്ന വണ്ടികൾ തന്നെയാണ്. ഇനി അത്തരം വാഹനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനിവിടെ പരിഹാരമുണ്ട്. ഇവിടെ കൃത്യമായ അതിൻ്റെ അതിൻ്റെ വണ്ടിക്കകത്തെ റബ്ബർ പോലുള്ള കുറച്ച് സിസ്റ്റംസിന് മാറ്റം വരുത്തിയാൽ ഈ വണ്ടി കൃത്യമായി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നേ ഞാൻ അത്രയും മനസ്സിലാക്കുന്നു. ഇവിടെ E20 പെട്രോളിനെ നമ്മളെങ്ങനെയാണ് എതിർക്കണം എന്നാണോ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇവിടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇന്ധനത്തിന് വേണ്ടി കാത്തു നിന്നു അല്ലേ? പെട്രോളിന് വില കൂടി അറിയാലോ. സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യത്തിനും വില കൂടും, പെട്രോളിന് വില കൂടിയാൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇറാനിലേക്ക് നോക്കി നിന്നു, ഹോർമൂസിലേക്ക് നോക്കി നിന്നു, നമ്മളൊന്നും കേൾക്കാത്ത പേരുകളിലേക്ക് അവിടെ നോക്കി നിൽക്കേണ്ടി വന്നു നമ്മൾ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾക്ക് തന്നെ ഒരു ഇനി രാജ്യത്ത് ഇതിപ്പോൾ ഇപ്പോഴും യുദ്ധം എന്തായാലും ഈ അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മുന്നോട്ട് ഒരുപാട് നാളെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ ഈ അന്യൻ്റെ പറമ്പിലെ പുല്ല് നോക്കാതെ അല്ലേ, അങ്ങനെ പറയുമല്ലോ. അപ്പം അന്യൻ്റെ നാട്ടിലേക്ക് നോക്കാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഊർജ്ജസ്വലതമായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഊർജം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെന്താണ് പ്രശ്നം? എത്തനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഏതൊക്കെ അസംസ്കൃത വസ്തുക്കളാണ് എത്തനോളിലുള്ളത്? അപ്പോൾ ഇത്തരത്തിലുള്ള കരിമ്പ്, മറ്റ് സ്റ്റാർച്ചുകളൊക്കെ ഉപയോഗിക്കുന്നവരും നമ്മുടെ കാർഷിക
പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ പറയട്ടെ, അതാണ് നമ്മളിവിടെ തെറ്റ് വരുന്നത്. എന്താണെന്നറിയോ, നമ്മൾ മുഴുവൻ ശതമാനം ബാക്കി വരുന്ന കുറെ കരിമ്പുകളും ഈ കാർഷിക വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചീഞ്ഞു പോയിട്ടുള്ള കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ സ്വീകരിക്കുന്നത്. ഈ എഥനോൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അതിൽ നിന്നാണ്. പിന്നെ അങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് കർഷകർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കും. കർഷകർക്ക് എവിടെ നിന്നാണ് ലാഭം കിട്ടുന്നത്? കാരണം ഇപ്പൊ കരിമ്പ് കർഷകർക്ക് ഡയറക്റ്റ് ലാഭം കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണോ E20 വന്നിട്ടുള്ളത്? ഞാൻ പറയട്ടെ, കരിമ്പ് കർഷകർക്ക് ഡയറക്റ്റ് ലാഭം കിട്ടുന്നില്ല. ഇതിന് ലാഭം ഏറ്റെടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പഞ്ചസാര ഫാക്ടറികളോ ഡിസ്റ്റിലറി സെന്ററോ ഒക്കെ ആയി മാറാനുള്ള ഇത് നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിതിൻ ഗഡ്കരി അത്തരത്തിലുള്ളൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ പറയണല്ലോ, ബാക്കി വരുന്ന കരിമ്പേ നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ മുഴുവനായിട്ടുള്ള കരിമ്പൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൃത്യമായിട്ട് ബാക്കി വരുന്ന നമ്മളെ ഉപയോഗശേഷം ബാക്കി വരുന്ന വേസ്റ്റ്, കാർഷികപരമായിട്ടുള്ള വേസ്റ്റ്, അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഥനോൾ പെട്രോൾ നിർമ്മിക്കാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇത് വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിമർശകർ അക്കാര്യം മാത്രമല്ല സൂചിപ്പിക്കുന്ന വിഷ്ണു, ഈ ഗഡ്കരിയുടെ കുടുംബത്തെ പറ്റിയിട്ടൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്ത ഘട്ടത്തിൽ ശരിയാണ്, ഗഡ്കരിയുടെ 2 മക്കൾ, അതായത് നിതിൻ ഗഡ്കരിയും നിഖിൽ ഗഡ്കരിയും സൗരവ് ഗഡ്കരിയും, ഇവർക്ക് 2 പേർക്കും സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസും മനസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട്. ഇവരൊക്കെ തന്നെയും മെഥനോൾ ഉൽപാദന കമ്പനികളാണ്. അപ്പോൾ ഇത് ഈ ഗഡ്കരിയുടെ വീട്ടിലേക്കല്ല ഇതിന്റെ ലാഭം പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ജനത്തിന് ഈ ഒരു നയം കൊണ്ടുവരുമ്പോൾ അവൻ ചിന്തിക്കുന്നതും ആലോചിച്ച് നോക്കൂ. ഗഡ്കരിയുടെ കുടുംബത്തിന് ലാഭം ഉണ്ടാക്കുന്നത് ഗഡ്കരി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വീട്ടില് എന്റെ മക്കളൊക്കെ അവരുടെ കമ്പനിയിൽ നിന്ന് ഏറ്റവും ചെറിയ ശതമാനം എത്തനോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ചെറിയ ശതമാനം തന്നെ 400%, എത്രയോ വലിയ എണ്ണമാണത്. ഇതിപ്പോ രാജ്യം മുഴുവൻ എഥനോൾ നിർമ്മിക്കുന്നത് ഗഡ്കരിയുടെ വീട്ടിൽ നിന്നാണോ? അല്ലേ? അങ്ങനെയല്ല, ഭാഗമുണ്ട് വിഷ്ണു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വലിയൊരു ശതമാനം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ. ഇതെല്ലാവരും സാധാരണക്കാരെല്ലാം ഗഡ്കരിയുടെ വീട്ടിൽ കൊടുക്കുമല്ലേ? ശരി, ഗഡ്കരിയുടെ വീട്ടിൽ കൊടുക്കണ്ട, പക്ഷേ നമ്മൾ ഉപഭോക്താവല്ലേ? നമ്മൾ ഉപഭോക്താവ് എന്ന നിലയ്ക്ക് ശുദ്ധമായ പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം എനിക്കില്ലേ? ഉണ്ട്. അതാ പറയുന്നത്. ഇവിടെ നമ്മൾ എന്തിനാണ്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, അത് കൃഷ്ണന് മറുപടി പറയോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കൃത്യമായൊരു ഊർജ്ജം നിർമ്മിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണോ? ഇവിടുത്തെ കർഷകർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ നല്ലത്? അല്ലാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെയൊക്കെ പെട്രോളിന് വേണ്ടി, റഷ്യയുടെയും പെട്രോളിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ധനത്തിന് വേണ്ടി നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ലതെന്നാണ് ഞാൻ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നതും നമ്മുടെ ശക്തി തെളിയിക്കുന്നതൊന്നുമല്ല. അതിന് ഈ ഒരു നയം നടപ്പിലാക്കുന്ന സമയത്ത് ജനങ്ങളെ കേൾക്കുക എന്നുള്ളൊരു സാമാന്യ ബോധമുണ്ടല്ലോ, അതല്ലേ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇത് ഒരു ബൂർഷ്വ നടപടിയിലേക്ക് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഈ 80% അവിടെ എഥനോളാണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് അവിടെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അവിടെ കൃത്യമായ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എടുക്കുന്നതാണ്. ഈ ഗവൺമെന്റ് കൃത്യമായൊരു നടപടിയായിരിക്കും അങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചാൽ താങ്കൾക്ക് എന്തായിരിക്കും മറുപടി പറയാൻ പറ്റുന്നത്? എനിക്കിത് തന്നെയാണ് മറുപടി. അതായത് സാധാരണ ജനങ്ങളെ കേട്ടുകൊണ്ടായിരിക്കണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്. അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഗഡ്കരിയുടെ വീട്ടിലേക്ക് പണം പോകുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അതിനുത്തരം കൊടുക്കാൻ തയ്യാറാവാതെ ഗഡ്കരി എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? ഒരു കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി ഹർജി കൊടുത്തിരിക്കുക. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചുവിടുന്ന എക്സ് അക്കൗണ്ടുകൾ, മെറ്റ അക്കൗണ്ടുകളൊക്കെ ഇല്ലാതെയാക്കണം. പൂട്ടിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അല്ലാതെ ഉത്തരം പറയുന്നതിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല? പ്രചരിപ്പിക്കാൻ നോക്കി അങ്ങനെ ചെയ്യുമായിരിക്കും, അവരവർ ചെയ്യുമായിരിക്കും. അങ്ങനെ അതാണ് കേന്ദ്ര സർക്കാർ എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണ്. തെറ്റിദ്ധാരണയല്ല വിഷ്ണു, E20 എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമല്ല. ഇത് നാളുകൾ മുന്നേ ഉണ്ട്. പക്ഷെ ഇതിപ്പോ കുത്തിപ്പൊക്കാൻ E20 ജനതാ പാർട്ടി ഉൾപ്പെടെ മുന്നേറ്റമായി വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് നിർബന്ധമാക്കാൻ പോകുകയാണ്. ഈ നിർബന്ധമാക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ ടാക്സി ഡ്രൈവർമാരുടെയും സാധാരണ വാഹന ഉടമകളുടെയും ഒക്കെ ആശങ്കകൾ പരിഹരിക്കാന്നുള്ളത് ജനാധിപത്യ സംവിധാനമാണ്. ഞാൻ പറയട്ടെ, ആ ടെക്നിക്കലായിട്ടുള്ള അതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികളും ഈ സർക്കാർ എടുക്കുന്നേ. ഇപ്പൊ ഈ ടെക്നിക്കൽ ഈ കാറുകളിലെ വാഹനങ്ങളിലെ, ഞാൻ പറയട്ടെ, വാഹനങ്ങളിലെ എടുക്കും. വാഹനങ്ങളിലെ കൃത്യമായ സംവിധാനമുണ്ട്. അതിൽ
മേലെ ഒന്നോ റബ്ബറോ ഒന്ന് പൈപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയും നാളും മാറ്റി പല വണ്ടികളിലും അടിച്ചിട്ടുണ്ട്. ഇത്തരം ഞാൻ പറയട്ടെ, എന്നെ അനുവദിക്കുക, ഞാൻ പറയാം, ഇതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഈ ഒരു പ്രശ്നത്തിലുള്ളൂന്നേ. ഇതിനെ വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ. ഇത് മാറ്റാൻ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അതിനുള്ള നഷ്ടപരിഹാരം ആരാണ് തരുന്നത്? നമ്മുടെ വണ്ടികളൊക്കെ തന്നെയും E20 അതായത് നേരത്തെ 2023 മുന്നേ വാങ്ങിച്ചിട്ടുള്ള വണ്ടികളൊന്നും E20 എന്തായാലും സൗഹൃദപരമായിട്ടുള്ള അത് മാറ്റണമെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്രയും പൈസ കൊടുത്ത് ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പറയാം ഞങ്ങൾ E20 നടപ്പിലാക്കാൻ പോകുകയാണ്, എഥനോളാണ് ഇനി ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വണ്ടിയിൽ ഇത്തരം സാധനങ്ങളൊക്കെ മാറ്റൂ എന്ന് പറയുമ്പോൾ അതിന് പൈസ വീണ്ടും ഉപഭോക്താവല്ലേ ചെലവഴിക്കേണ്ടത്? ഉറപ്പായിട്ടും ഒരു പൗരന്റെ ഒരു അവകാശം കണ്ടിട്ട് തന്നെ വേണം എന്തായാലും ഗവൺമെന്റിന് ഇവിടെ നേരിടാൻ. പക്ഷേ ഈ ഗവൺമെന്റ് കൃത്യമായ ഒരു നടപടി അങ്ങനെ സ്വീകരിക്കുമെന്നേ. നമ്മൾ സമയമുണ്ടല്ലോ, അവരിപ്പോ പെട്ടെന്ന് വന്നിട്ട് അങ്ങ് നടപ്പാക്കാൻ പോകുന്നല്ലോ. അവർക്ക് സമയം കൊടുക്കൂ. ഇവിടെ നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് വശം കൂടെ ഇവിടെ കാണണം. നമ്മൾ സർക്കാരിനെ നമ്മുടെ രാജ്യത്തെ കർഷകരെ സഹായിക്കാനുള്ള ഒരു മാർഗം കൂടെ ആയിട്ട് ഇതിനെ കാണണം. നമ്മളെല്ലാവരും പരിഗണിക്കണമല്ലോ. അപ്പൊ സർക്കാരിനെ സർക്കാർ കർഷകരെ പരിഗണിക്കാനുള്ള ഒരു മാർഗം കൂടെ ആയിട്ട് ഇതിനെ കാണണം. ഇതിനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇതിനെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഇതാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത്. എങ്ങനെയാണ് ഇത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയാക്കുന്നത്? നമ്മളുടെ രാജ്യത്തിലെ പരിസ്ഥിതി ഇപ്പം ഞാൻ പറയുന്നത്, ഇവിടെ കർഷകർക്ക് കൊടുക്കേണ്ട പണം എങ്ങനെ നമുക്ക് ഈ അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ ഇറാൻ പോലുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ റഷ്യ പോലുള്ള കമ്പനികൾക്ക് കൊടുക്കണമെന്നാണോ കൃഷ്ണൻ എന്ത് പറയുന്നത്? കൊടുക്കണമെന്ന് കൊടുക്കണ്ടെന്നും അങ്ങനെയല്ല ഞാൻ സംസാരിച്ചു വരുന്നത്. ഇല്ല, അങ്ങനെയല്ല കൊടുക്കണോ വേണ്ടയോ ഞാൻ ചോദിക്കുന്നത് അതാണ്. കർഷകർക്ക് ഉപകാരമാവുന്ന രീതിയിൽ ഇവിടെ അതിലാണ് വിഷ്ണു എനിക്കൊരു സംശയമുള്ളത്. കർഷകർക്ക് ലാഭം കിട്ടുന്നു എന്ന് കർഷകരോട് പറഞ്ഞിട്ടുണ്ടോ? ഡൽഹിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കുറച്ച് വർഷങ്ങളൊന്നും തിരിഞ്ഞു നോക്കാം. 1.5 വർഷക്കാലം കർഷകർക്ക് വിരുദ്ധ നയങ്ങളാണ് ഉണ്ടായിരുന്നത്. 1.5 വർഷക്കാലം കർഷകർ അവിടെ സമരം നടത്തി. ആ സമയത്ത് തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഈ എഥനോളുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഇവിടെ കർഷകരാണ് ഓരോ കാര്യങ്ങളും കൃഷി ചെയ്യുന്നതും അധ്വാനിക്കുന്നതും. അതുകൊണ്ട് ആ കർഷകരെ കാണാതെ ഈ ഒരു ഗവൺമെന്റ് പോകില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കൃത്യമായ നടപടി കിട്ടുമെന്നേ, അവർക്ക് കൃത്യമായ കാര്യങ്ങൾ, അവർ അർഹിച്ച കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമെന്നേ. അത് ഈ എഥനോളുമായി ബന്ധപ്പെട്ട് അതാണ് ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മാർഗമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗമായി ഇതിനെ കാണരുത്. മറ്റ് രാജ്യങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ചെല്ലുക, അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ കുറച്ചും കൂടെ ശ്രമിക്കേണ്ടത്. ആ രാജ്യങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു. 80% എഥനോൾ ബ്രസീലിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് 20% കൊണ്ടുവരുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ എതിർക്കാൻ കാരണം എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇവിടെ സാധാരണ നമ്മൾ ശരിയാണ്, ഇപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ മാനിച്ചുകൊണ്ട് തന്നെ ഈ സർക്കാർ കൃത്യമായ നടപടി എടുക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഈ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചാലും സർക്കാരിനെതിരെ ഒരു വിധി വരുമോ, സർക്കാർ ഇതിൽ പ്രതിപട്ടികയാകുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ 2023 മുൻപേ വാങ്ങിച്ച സർക്കാരിനേക്കാൾ വലുതാണ് കോടതി. അങ്ങനെയാണ് നീതിപീഠം, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് സർക്കാരിനേക്കാൾ വലുതാണ്. ഇത് തെറ്റാണെങ്കിൽ നീതിപീഠം വിധിക്കട്ടെ എന്നേ. നീതിപീഠം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നീതിപീഠത്തെ നിങ്ങൾ സമീപിക്കുന്നത്. ശരി വിഷ്ണു, എന്താണെങ്കിലും ഇതുമായിട്ട് ചർച്ച അവസാനിക്കുന്നില്ല. അതെ, ഈ ഒരു വിഷയത്തെ കുറിച്ച് നിരവധി ചർച്ചകൾ ഇനി വരാതിരിക്കാൻ നോക്കാം. എന്താണ് ഇനി ഉപഭോക്തൃ കോടതിയെ സമീപിച്ചിട്ടുള്ള ഉപഭോക്താക്കളുണ്ടോ എന്നൊക്കെ നീ വരും ദിവസങ്ങളിലെ വാർത്തകളിൽ മനസ്സിലാക്കിയെടുക്കാം.